ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വേദയ്ക്ക് കേരളത്തിലോട്ട് സ്ഥലമാറ്റമാവുകയാണ്. വേദ ഓൾറെഡി ആന്ധ്രാപ്രദേശിലെ കളക്ടർ ആയിരുന്നല്ലോ. അപ്പോൾ വേദയ്ക്ക് ഒരു ട്രാൻസ്ഫർ സംബന്ധമായിട്ട് കേരളത്തിലോട്ട് സ്ഥലമാറ്റം കിട്ടുകയാണ്. അങ്ങനെ വേദയും മകളും കേരളത്തിലോട്ട് താമസത്തിന് വരുന്നതറിഞ്ഞ് വേദയുടെ അച്ഛനും മുത്തശ്ശിയെല്ലാം വേദയെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ വേദ അവരോടൊന്നും അത്ര നല്ല രീതിയിലൊന്നുമല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ ആരുടെയും ശല്യം വേണ്ടെന്ന് കരുതിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, പിന്നെ എല്ലാവരും എന്തിനാണ് ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും വേദയുടെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? അന്ന് നീ ഞങ്ങളോട് ആരോടും പറയാതില്ലേ ഒരു പോക്ക് പോയത്? പിന്നെ നീ ഇപ്പോൾ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ നിന്നെ കാണാൻ വന്ന് സന്തോഷിച്ചാന്നറിയാവോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുമോളെ കാണണമെന്ന് ആഗ്രഹമില്ലേ? നീ എന്തിനാണ് മോളെ അവളെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതൊക്കെ ചോദിക്കുന്നു. ആ സമയത്താണ് വേദയുടെ മകളെ മുത്തശ്ശി കാണാനിടയാവുന്നതും മുത്തശ്ശി ചെന്ന് കുട്ടിയെ എടുക്കുന്നതും. അതിനുശേഷം വേദ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി അധികം എപ്പോഴും മോളെ കാണാനും മോളുടെ കൂടുതൽ അടുക്കാനൊന്നും ശ്രമിക്കരുതെന്ന് പറയും. പക്ഷേ മോളെടുത്ത് വേദ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ആരുമില്ല, ബന്ധുക്കൾ ആരുമില്ല, അമ്മയ്ക്ക് മറ്റ് ബന്ധുക്കൾ ആരുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മോൾ ഓടി ചെന്നിട്ട് ചോദിക്കും, ഇതാരാന്ന് ചോദിക്കുമ്പോൾ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഞാൻ മോളുടെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മോളുടെ സംസാരവും പ്രകൃതവും കാണുന്ന മുത്തശ്ശിക്കും വേദയുടെ അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഏകദേശം എല്ലാ പെരുമാറ്റങ്ങളും എല്ലാം നമ്മുടെ വേദയുടെ കണക്ക് തന്നെയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, കണ്ടില്ലേ നമ്മുടെ വേദമോളുടെ കണക്കുള്ള അതേ പ്രകൃതമാണ് നമ്മളുടെ വേദയുടെ മകൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മോളെ കാണണമെന്ന് പിന്നെ അവർക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. സ്കൂളിലൊക്കെ ചെന്നിട്ട് ശങ്കരനാരായണ സ്കൂളിൽ ചെന്നിട്ട് പെർമിഷൻ മേടിക്കുന്നുണ്ട് മോളെ കാണാനായിട്ട്. സ്കൂൾ അതോറിറ്റിക്ക് ജഡ്ജി സാറിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അതിനുള്ള പെർമിഷൻ കൊടുക്കും. അതിനുശേഷം മോളെ തറവാട്ട് വീട്ടിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവരികയും കുട്ടിക്ക് ആവശ്യത്തിനുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ സമയത്തൊന്നും ശ്രീകാന്തും മോളെ വേദയുടെ മകളെ കണ്ടിട്ടില്ല. പക്ഷേ വീട്ടിൽ വരുന്ന ശ്രീകാന്തിനോട് മുത്തശ്ശിയും എല്ലാ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിനും മോളെ കാണണമെന്ന് വലിയ അമിതമായ ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷേ എങ്ങനെ കാണുമെന്നുള്ള ഇത് കരുതിക്കൊണ്ട് തന്നെ എങ്ങനെയും കുട്ടിയെ കാണണമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ പറയും, അവിടെ ഒരു സഹായത്തിന് ഒരു സ്ത്രീ നിൽപ്പുണ്ട്, വിജി എന്ന പേര്, നീ അവിടെ ചെന്ന് സംസാരിച്ചാൽ മതി, അപ്പം മോളെ പോയി കാണാമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് വേദ താമസിക്കുന്ന വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അവിടെ അവളെ സഹായത്തിന് നിൽക്കുന്ന വിജി എന്ന് പറഞ്ഞൊരു ആയയുണ്ട്. അങ്ങനെ അവരോട് വേദയുടെ ബ്രദറാന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ മോളെ കണ്ടിട്ടില്ല, എനിക്ക് മോളെ കാണണമെന്നൊക്കെ പറയും. അങ്ങനെ മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ പോയി ശ്രീകാന്ത് മോളെ കാണുന്നുണ്ട്. അതിനുശേഷം എനിക്ക് മോളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്നൊക്കെ പറയും. പക്ഷേ അതിനുള്ള പെർമിഷൻ അവർക്കില്ലായിരുന്നു. മേഡം അറിയാതെ പുറത്ത് പോകാൻ പറ്റത്തില്ലെന്ന് പറയും. അത് സാരമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അനുവാദത്തോടു കൂടി മോളെ അവിടുന്ന് കൊണ്ടുപോകും. മോളത്ത് പറയും, മോളെ ഞാൻ മോളുടെ അങ്കിളാണ്, എനിക്ക് മോളെ പുറത്ത് കൊണ്ടുപോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, മോൾ അങ്കിളിൻ്റെ കൂടെ വരുന്നു ചോദിക്കുമ്പോൾ പിന്നെന്താ, മോൾക്ക് ഭയങ്കര സന്തോഷമാണ് പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകാനായിട്ട്. അങ്ങനെ കാറിനകത്തൊക്കെ ഇരുന്ന് ശ്രീകാന്ത് കുട്ടിയും കൊണ്ട് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് പറയും, മോൾക്ക് ഒത്തിരി സ്വീറ്റ്സും കടകളിൽ കയറി ഡ്രസ്സും ഒക്കെ മേടിക്കും. അതിനുശേഷം കുട്ടിക്ക് കുറേ ടോയ്സൊക്കെ മേടിക്കും. പക്ഷേ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോയ്സ് എനിക്ക് സൈക്കിളാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. സൈക്കിൾ ചവിട്ടാൻ അറിയാമോ? എനിക്ക് ചവിട്ടാനൊന്നും അറിയത്തില്ല അങ്കിളെ, പക്ഷേ എനിക്ക് സൈക്കിൾ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയും. അങ്ങനെ സൈക്കിളൊക്കെ മേടിച്ചുകൊണ്ടാണ് നേരെ വീട്ടിൽ കൊണ്ടുപോകാത്ത കുട്ടിയെ നേരെ തറവാട്ട് വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശി അച്ഛനും ഒക്കെ കാണും. ഇതെന്താ മോളെ കൊണ്ടുവന്നു നോക്കും. അതെ, ഞാൻ മോളെ ഇനി കൊണ്ടുവന്നെന്ന് പറയും. അങ്ങനെ സൈക്കിളൊക്കെ മേടിച്ച് വെച്ചിട്ട് പറയും, ഈ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് വേദ വരുന്നതിന് മുമ്പ് കൊണ്ടാക്കാമെന്ന് പറയും. എന്തായാലും വൈകുന്നേരത്തല്ലേ അവൾ ജോലി കഴിഞ്ഞ് വരുത്തോളൂ എന്ന് പറയും. മോൾക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമാണ്, പിന്നെ എനിക്കിഷ്ടമാണെന്ന് പറയും. അങ്ങനെ മോൾ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി മോളെയും ഒരുപാട് സ്നേഹിക്കുകയാണ്. ഫുഡൊക്കെ കൊടുക്കുകയും പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. സൈക്കിളൊക്കെ മേടിച്ചിട്ട് സൈക്കിളിലൊക്കെ കയറ്റിയിരുത്തി മുത്തശ്ശിയും കൂടി ചേർന്ന് സൈക്കിളിലൊക്കെ അങ്ങ് കൊണ്ടുപോവുകയാണ്. വേദയുടെ അമ്മ മരിച്ചുപോയി, വേദയുടെ മുത്തശ്ശിയാണ് അവിടെ ഓൾറെഡി ഉള്ളത്. അതിനുശേഷം സൈക്കിളൊക്കെ ചവിട്ടിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വേദയുടെ മുത്തശ്ശി പറയും, കണ്ടില്ലേ സൈക്കിളൊക്കെ ചവിട്ടാൻ മോൾക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ അത് പഠിക്കാനുള്ള ആഗ്രഹം കണ്ടില്ലേ? അപ്പോൾ ശ്രീകാന്തും പറയും, നമ്മുടെ വേദയുടെ പോലെ തന്നെ വേദയ്ക്കൊരു കാര്യം പഠിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവളത് പഠിക്കും, വേണ്ടെന്ന് വിചാരിച്ചാലേ ഉള്ളൂ അത് ശ്രമിക്കാത്തതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വേദയുടെ ആ ഒരു പഴയ പെരുമാറ്റം തന്നെയാണ് കുട്ടിയിലൂടെ കാണാൻ തോന്നുന്നത്. അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടും. അതിനുശേഷം ശ്രീകാന്ത് അകത്തോട്ട് കയറുന്ന സമയത്ത് മോളെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത്, ഗേറ്റ് ചെറുതായിട്ടൊന്ന് ചാരി ഇടത്തേ ഉള്ളൂ. മോള് സൈക്കിൾ ഓട്ടിച്ച് ആവേശത്തിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് രണ്ട് ആൾക്കാർ ബൈക്കിൽ വരുന്ന സമയത്ത് അവരുടെ കൈ തട്ടി മോള് സൈക്കിളുമായിട്ട് കൂട്ടിമുട്ടുകയാണ്. മോള് ജസ്റ്റ് ഒന്ന് വീണ് കുട്ടിയുടെ കയ്യിലെ കാലിൽ പെയിൻറ്റൊക്കെ ഒന്ന് പോവുകയാണ്. ആ സമയത്ത് എല്ലാവരും കൂടി ഓടി വന്ന് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് എന്നത്തേക്കാൾ നേരത്തെ വേദ വീട്ടിലോട്ട് വരുന്നുണ്ട്. മോളെവിടെയെന്ന് ചോദിക്കുമ്പോൾ വിജി പറയും, മോളെ
മേഡത്തിൻ്റെ ബ്രദർ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയും. ഇത് കേൾക്കുന്ന വേദ പറയും, നിങ്ങൾ എന്തിനാണ് എൻ്റെ അനുവാദം കൂടാതെ മോളെ കൊടുത്തു വിട്ടേന്ന് ചോദിക്കും. അത് പെട്ടെന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മേഡം ഞാൻ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും. അതിനുശേഷം വേദ അച്ഛനെ ഫോൺ വിളിക്കുന്നുണ്ട്. അച്ഛനെ ഫോൺ വിളിച്ചതിന് ശേഷം പറയും, അച്ഛൻ മോളുണ്ടോ എന്ന് ചോദിക്കും. അത് മോളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന്. ഹോസ്പിറ്റലിലോ എന്ത് പറ്റി എൻ്റെ മോൾക്കെന്ന് ചോദിക്കും. പറയും, അത് മോൾക്ക് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ മോളെ ഞങ്ങൾ സൈക്കിൾ മേടിച്ചു കൊടുത്തു. സൈക്കിൾ ചവിട്ടുന്ന വഴിക്ക് മോൾ ചെറുതായിട്ടൊന്ന് വീണെന്ന് പറയും. അയ്യോ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കും. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വേദ വരികയാണ്. ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട്. അച്ഛൻ എന്ത് പറ്റി എൻ്റെ മോൾക്കെന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല മോളെ, കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞെന്നേ ഉള്ളെന്ന് പറയും. അപ്പോഴത്തേക്ക് വേദ പറയും, ഞാൻ പറഞ്ഞില്ലേ മോളെ എങ്ങോട്ടും കൊണ്ടുപോകരുതെന്ന്. ഞാനും എൻ്റെ മോളും കൂടി മനസ്സമാധാനമായിട്ട് ഇവിടെ താമസിക്കുക. വെറുതെ ഇനി ബന്ധങ്ങളുടെ സ്നേഹവും വാത്സല്യവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് പിന്നെയും വരുന്നത്? എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഞാൻ സ്വസ്ഥമായിട്ട് താമസിക്കും. ഇനിയും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ എനിക്ക് വയ്യ. ഇപ്പോൾ ഒരു മനസ്സമാധാനമുണ്ട്. ഞങ്ങൾ ആന്ധ്രയിൽ മനസ്സമാധാനമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് വേദ അവരോട് സംസാരിക്കുന്നത്. ആ സമയത്ത് അച്ഛനൊക്കെ പറയുന്നുണ്ട്, വേദ മോളെ, ഞങ്ങൾ നിൻ്റെ മോളുള്ള സ്നേഹക്കൂടുകൊണ്ടല്ലേ നിൻ്റെ മോളെ കാണാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അതെന്താ നിനക്ക് മനസ്സിലാവാത്ത ചോദിക്കും. അച്ഛൻ സ്നേഹമില്ലെന്ന് പറഞ്ഞില്ല, സ്നേഹക്കൂടില്ല. പക്ഷേ ആ സ്നേഹം അവൾക്കൊരു ദുരന്തമായി മാറരുത് എന്നൊക്കെ പറഞ്ഞ് വേദ അവരോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തിനോടും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോയത്? എൻ്റെ അനുവാദമില്ലാതെ. അതുകൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനോടും ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനോടും വേദ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് മോളെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മോള് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കും. ഇപ്പോൾ കുഴപ്പമില്ല. മോൾ എന്തിനാ അമ്മയുടെ അനുവാദം ഇല്ലാതെ പോയെന്ന് ചോദിക്കും. അത് ആങ്ങളുടെ സഹോദരൻ്റെ കൂടെയല്ലേ ഞാൻ പോയത്. അമ്മയില്ലേ പറഞ്ഞ് നമുക്ക് ആരും ഇല്ലെന്ന്. നമുക്ക് എല്ലാവരും ഇല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും അങ്കിളും ആൻറ്റിയും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞെന്ന് ചോദിക്കും. മോളെ, നമുക്ക് ആരും വേണ്ട. എങ്കിലും നമുക്ക് എല്ലാവരും ഉള്ളതല്ലേ അമ്മ നല്ലത്. പിന്നെ അമ്മ എന്തിനാ ആരും ഇല്ലെന്ന് പറഞ്ഞ് മോൾക്ക് എന്ത് വിഷമമായെന്ന് അറിയാമെന്ന് പറയും. മോൾക്ക് അമ്മയ്ക്ക് മോള് മാത്രം മതി. മോൾ അമ്മ പറയുന്ന പോലെ കേൾക്കണം. അമ്മയ്ക്ക് ജീവിതത്തിൽ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രതീക്ഷയും കരുതലും എല്ലാം എൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് മോളെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ പറയുന്നത് പോലെ എൻ്റെ മോള് കേൾക്കാവുള്ളൂ എന്ന് ചോദിക്കും. അതേ അമ്മ പറഞ്ഞ പോലെ ഞാൻ കേൾക്കത്തുള്ളൂ. മോളിനി അമ്മയുടെ അനുവാദം ഇല്ലാതെ ആരുടെ കൂടെ എവിടെ വിളിച്ചാലും പോവല്ലോ എന്ന് പറയും. ഇല്ലെന്നൊക്കെ പറയും. അങ്ങനെ വേദയും മോളും തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ പ്രവർത്തനം സീസൺ 2 വരാൻ പോകുന്ന ഒരു ഭാഗത്തിൽ കാണാൻ പോകുന്ന ചില സീനുകളൊക്കെയാണിത്. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും മിടുക്കിയായ മോളുടെ നല്ല രസകരമായ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ സീസൺ 2 കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും കഥകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.